ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിലെ രണ്ട് ഇതിഹാസങ്ങളാണ് തിയാഗോ സിൽവയും അതുപോലെ തന്നെ മാഴ്സലോയും. നമുക്കറിയാം, തിയാഗോ സിൽവ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസിന് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം തുടരുന്നുണ്ട്. അതേസമയം മാഴ്സലോ കളി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ രണ്ട് താരങ്ങളുടെയും മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് മാഴ്സലോയുടെ മകനായ എൻസോ ആൽവസ് ഇപ്പോൾ സ്പെയിനിന്റെ ദേശീയ ടീമിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പെയിനിന്റെ അണ്ടർ 17 ടീമിന് വേണ്ടി ഇദ്ദേഹം കളിക്കുക മാത്രമല്ല, ക്യാപ്റ്റൻ സ്ഥാനം വഹിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്പെയിനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാഴ്സലോയുടെ മകനായ എൻസോ ആൽവസ്. ഇതിന് പിന്നാലെയാണ് തിയാഗോ സിൽവയുടെ മകനായ ഇയാഗോ സിൽവ ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ ടീമിൽ ഇടം നേടിയത്. അതായത് ഇംഗ്ലണ്ടിന്റെ അണ്ടർ 15 ടീമിലേക്ക് ആദ്യമായി കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് വിളി വന്നിട്ടുണ്ട്. അതായത് ഇയാഗോ സിൽവ അഥവാ തിയാഗോ സിൽവയുടെ മകൻ ഇംഗ്ലണ്ടിന് വേണ്ടിയാണ് കളിക്കുക. മാഴ്സലോയുടെ മകൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്പെയിൻ ദേശീയ ടീമിന് വേണ്ടിയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന ഒരു ചോദ്യം ബ്രസീലിയൻ ആരാധകർ ഉയർത്തുന്നുണ്ട്. ശരിയാണ്, മാഴ്സലോയുടെ മകൻ സ്പെയിനിലാണ് ജനിച്ചു വളർന്നിട്ടുള്ളത്. റയലിന്റെ അക്കാദമിയിലാണ് അദ്ദേഹം ചിലവഴിച്ചിട്ടുള്ളത്. അതേസമയം തിയാഗോ സിൽവയുടെ മകൻ ഇംഗ്ലണ്ടിലാണ് അഥവാ ലണ്ടനിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ചെൽസിക്ക് വേണ്ടി കുറച്ചു കാലം തിയാഗോ സിൽവ കളിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ലണ്ടനിൽ സെറ്റിലായിട്ടുള്ളത്. ഏതായാലും ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് ബ്രസീലിയൻ ഇതിഹാസങ്ങളുടെ മക്കൾ ഇപ്പോൾ കളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബ്രസീലിന്റെ അണ്ടർ ഏജ് ടീമുകൾക്ക് വേണ്ടി ഇവർ കളിക്കുന്നില്ല. അതിനുള്ള ഓപ്ഷൻ അവർക്കുണ്ട്. കാരണം അവരുടെ അച്ഛന്മാർ ബ്രസീലിൽ നിന്നുള്ളവരാണ്. അതുവഴി അവർക്ക് ആ ഒരു പൗരത്വം സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും ഭാവിയിൽ ഇവർ ബ്രസീലിലേക്ക് മടങ്ങിയെത്തുമോ അതല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ തുടരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.